2018 ഞാൻ ആദ്യമായിട്ടൊരു വീഡിയോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നത്. 19, 20, 21, 22, 23, 24, 25, 26 ആയപ്പോഴത്തേക്കും ഏകദേശം 8 വർഷം. ഈ 8 വർഷത്തിനിടയിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. തെറ്റുകളും ശരികളിലും ഒക്കെ എൻ്റെ കൂടെ നിങ്ങളുണ്ടായിരുന്നു. ഒരാഗ്രഹമായിരുന്നു ഒരു സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത്. ജുനൈദ് മുഹമ്മദ് എന്ന ഒരു പുതിയ ഡയറക്ടർ എന്നെ ഒരു സിനിമയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും ഞാൻ ആദ്യമായിട്ട് ആ ക്യാമറയുടെ മുമ്പിൽ എൻ്റെ എക്സ്പ്രഷൻസ് എനിക്കൊന്ന് അഭിനയിക്കാൻ കഴിഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട് അതിൽ. കാരണം ഒരു വലിയ ആഗ്രഹമായിരുന്നു. ഞാനിങ്ങനെ ചിന്തിച്ച് എന്നെ എന്തുകൊണ്ട് ആരും വിളിക്കുന്നില്ല, ചിലപ്പം എൻ്റെ പേരിലുണ്ടായ ചീത്തപ്പേര് കൊണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ ഞാൻ ആൾക്കാരെ എന്റർടൈൻ ചെയ്യിക്കാൻ എനിക്ക് കഴിവില്ലാത്തത് കൊണ്ട്. അങ്ങനെ കഴിവില്ല എന്നുണ്ടെങ്കിൽ ഒരാളെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ട് വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എന്നോട് ഒരു ഇഷ്ടമുള്ളത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അത് നിങ്ങളെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി. സോ നമുക്ക് മറ്റു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമസ്കാരം. കേരളത്തിനെ കൂട്ടം വിക്കിത്തക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, നമ്മൾ ആരെയാണ് 4 ദിവസത്തെ അപരാധങ്ങളാണ് നമ്മൾ കോർത്തിണക്കി ഇന്ന് നിങ്ങൾക്കായിട്ട് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. നമുക്ക് വെൽക്കം ചെയ്യാം. ആരാണ്? ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ. ഞാൻ വിഘ്നേഷ് ചരുമുട്. ന്യൂസിലൊക്കെ എങ്ങനെയാ വന്നത് പറയൂ. ജന്മനാട് അമ്പലപ്പുഴ. ജന്മനാട് കായംകുളം, ചാരുമുട്, ചുനക്കര സൗത്ത്, മാവേലിക്കര താലൂക്ക്. ഇത്രയേ ഉള്ളൂ. ഇത് പറയാനാണോ വന്നേ? കുറി പോലാണല്ലോ മീശയും. സയന്റിഫിക്കലി തന്നെ നമുക്ക് പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. ആ ഒരു ടൈമിൽ നമ്മളുടെ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്ന ടൈമിൽ ഏർലി മോർണിംഗിൽ നമ്മളുടെ സരസ്വതി നാഡി ഏറ്റവും ഊർജ്ജസ്വലമായിട്ടുള്ള സമയമായിരിക്കും. സരസ്വതി നാഡിയാ? അതേത് നാഡി മോളെ? അങ്ങനെ ഒരു നാഡി ഉണ്ടോ? എനിക്കറിയത്തില്ല. സരസ്വതി നാഡിയെ കുറിച്ച് അറിവുള്ളവരൊന്ന് പറഞ്ഞു തരണേ. ഞാൻ ബികാം വസുദാസാരനാന്ന് പറഞ്ഞല്ലോ. അക്കൗണ്ടൻസി ഇക്വേഷൻ ആണെങ്കിൽ അക്കൗണ്ടിംഗ് ഈസ് റെക്കോർഡ് ക്ലാസ് സമറൈസ് ആണ്. ഇതിന്റെ പ്രൊഡക്ഷൻ ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഡെപ്റ്റ് ഈസ് എ പേഴ്സ് വിത്ത് മണി ടു ദി ബിസിനസ് ക്രെഡിറ്റ് ഈസ് എ പേഴ്സ് ഓഫ് ദി ബിസിനസ് ക്യാപിറ്റൽ എമൗണ്ട് ഇൻവെസ്റ്റ് ബിസിനസ് ബിസിനസ് ക്യാപിറ്റൽ. ഇതൊക്കെയാണ് നമുക്കറിയാം. എക്കണോമിക്സ് 2005 എക്കണോമിക്സ് എടുക്കണം. സൂക്ഷ്മ സാമ്പത്തികശാസ്ത്രം, സ്ഥൂല സാമ്പത്തിക ഒരു സമ്പത്തിക്കുന്ന ചെറിയ യൂണിറ്റുകളെ കുറിച്ച് പഠിക്കുന്നതാണ് സൂക്ഷ്മ സാമ്പത്തികശാസ്ത്രം. യൂണിറ്റുകളെ വലിയ യൂണിറ്റുകളെ കുറിച്ച് പഠിക്കുന്ന സ്ഥൂല സാമ്പത്തികശാസ്ത്രം. എക്കണോമിക്സിന്റെ പിതാവാരെ ആദം സ്മിത്ത്, പൊളിറ്റിക്സിന്റെ പിതാവാരെ അരിസ്റ്റോട്ടിൽ. ഇതൊക്കെ എപ്പോഴും PSC പോലും ചോദിക്കുന്നതാണ്. പൈസ ഉള്ളവൻ ഈ ലോകത്ത് ജീവിക്കുക. എനിക്കതേ പറയാനുള്ളൂ. അതിനകത്ത് വലിയ കഥയൊന്നുമില്ല. എന്റെ ഡ്രസ്സിന്റെ സ്റ്റൈലൊക്കെ കാണുന്നുണ്ട് ചിലപ്പോൾ ലോക്കലാന്ന് വിചാരിക്കും. മനസ്സിലായില്ലേ? നമ്മളെവിടെയെങ്കിലും കയറി ചെല്ലുക. അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ആ സിനിമയില് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു പൂജയ്ക്ക്. ഞാൻ ആദ്യമായിട്ട് സിനിമയുടെ പൂജയ്ക്കൊക്കെ പങ്കെടുക്കുന്നു. വരും എന്റെ ചെറുക്കൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പണ്ണു എന്നെ. മറ്റേത് മ്യൂട്ടായതല്ല കേട്ടോ. ഞാൻ ഇങ്ങനെ പറഞ്ഞ അവൻ ചെയ്തതുപോലെ ഞാനും ഒന്ന് ശ്രമിച്ചതാ. ഇന്നേ വരെ ഞാൻ അങ്ങനെ കോപ്പി അടിച്ച് ചെയ്യിക്കണം ഞാൻ അങ്ങനെ ചെയ്യാറുമില്ല. അത് ചെയ്യുന്നതിനെ പ്രൊമോട്ട് ചെയ്യാറും. ഞാൻ ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നവരെ പ്രൊമോട്ടും ചെയ്യും. അത് നമുക്കൊരു ശാശ്വതമായിട്ടുള്ള വിജയം അല്ലല്ലോ. കള്ളം പലനാൾ കള്ളൻ ഒരു നാൾ പിടി. നമ്മളുടേതായിട്ടുള്ള നല്ലതായിട്ടുള്ള രീതിയിൽ സത്യസന്ധമായിട്ട് ജീവിച്ചിട്ട് പോവുക. പറ്റിച്ചൊരു കാര്യം ചെയ്തു എന്ന് വെച്ചിട്ട് എന്നും അത് നിലനിൽക്കില്ല. അപ്പൊ നമ്മൾ ശാശ്വതമായിട്ടുള്ള വിജയത്തിനെ തേടി പോയാ പോരെ. വിവരമുള്ള കൊച്ച. ഒരു തരത്തിലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഈ സംഭാഷണങ്ങളൊന്നും ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല. പക്ഷെ ആ കൊച്ചാരെയും ശല്യം ചെയ്യാതെ ബുദ്ധിമുട്ടിക്കാതെ അതിന്റെ ശൈലിയിലൂടെ ജീവിച്ചു പോകുന്ന ഒരു കൊച്ച. മോൾക്ക് ഇഷ്ടമുള്ള രീതി സംസാരിക്കാം, മോൾക്ക് ഇഷ്ടമുള്ള രീതി പറയാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ സരസ്വതി നാഡി എന്തോന്ന് എനിക്ക് പറഞ്ഞു തരണം. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. രാജസ്ഥാനിൽ നിന്ന് മരുഭൂമിയിലോട്ട് മണൽ കൊണ്ടിടാൻ ആരും ശ്രമിക്കണ്ട. എന്താ മളെ? രാജസ്ഥാനിൽ എവിടാ മളെ? കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്കാണ് പറയുന്നത്. മളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടരുതെന്നല്ലേ മളെ? അസാരമില്ല മോളെ. അവനുണ്ട്, തൊപ്പിയുണ്ട്.
നമുക്ക് ചെറിയ എന്തോ ഒരു റോളേ ഉള്ളൂ. അവരൊക്കെ ഉടനീളം കാണാൻ സാധ്യതയുള്ള കഥയെക്കുറിച്ച് എനിക്ക് ധാരണയില്ല. എന്റെ ഒരു ദിവസത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞു ഭയങ്കര രസകരമാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്ന് ചേട്ടാ ചായ, ഞാൻ പറഞ്ഞു ചായ വേണ്ട, തരല്ലേ, തരാതിരിക്കല്ലേ, ചേട്ടാ ജ്യൂസ് തരല്ലേ. അങ്ങനെ എന്താ പറയാ, നല്ല ഒരു ക്രൂ ആയതുകൊണ്ട് തന്നെ രസകരമാണ്. നമുക്കൊരു എന്താ പറയാ, ഒരു വളരെ കാര്യമായിട്ടാണ് നമ്മളെ കാണുന്നതും നോക്കുന്നതൊക്കെ. മതി സ്റ്റൈലൊന്നും വേണ്ട. ഹലോ നമസ്കാരം, എൻ്റെ ആദ്യത്തെ സിനിമയാണ്. എനിക്ക് ഈ ക്യാമറയൊക്കെ ഒത്തിരി പേര് വരുമ്പോഴേ നമ്മളെ വേറൊരു സഭയിൽ നമ്മൾ ചെല്ലുമല്ലേ, അപ്പൊ അവിടെ നമുക്കൊരു നയത്തിലും നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനൊരു ഇൻട്രോവേർട്ടറാണ് എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും ഒരു ഇൻട്രോവേർട്ടറാണ്. പിന്നെ ക്യാമറ വന്നാൽ ഞാൻ വെറും ജെറ്റയാണ്. ഒരുപാട് സന്തോഷം ഇങ്ങനൊരു വേദിയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. താങ്ക് യു സോ മച്ച് എന്നെ വിളിച്ചത്. എനിക്ക് വയ്യ. ഇതിൻ്റെയൊക്കെ ക്യാപ്ഷൻ എന്തുവായിരുന്നു? തൻ്റെ ആദ്യ സിനിമയിൽ വിശേഷങ്ങൾ പങ്കിട്ട് വിക്കി ടാഗ്. സുബിന് ഞാനിവിടെ ഇരുന്ന് കൊണയടിക്കുന്നതായിരുന്നു. ഇത് ഞാൻ മാത്രമേ ഉള്ളല്ലോ, എനിക്ക് എന്നെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ പോലെ തോന്നുന്നുണ്ട്. വേണ്ട, ക്യാപ്ഷൻ നോക്കട്ടെ. മറ്റാരുടെയും സഹായമില്ലാതെ സ്വന്തമായി ലിസ്റ്റ് അമർത്തി വിക്കി ടാഗ്. ഞാൻ എന്റെ സാമാനം എടുത്തു വെച്ചിട്ട് അമർത്താടാ നിന്റെയൊക്കെ മുന്നില്. എല്ലാരും ഉണ്ടായിരുന്നു അവിടെ. ടൈം ട്രാവൽ ചെയ്ത് തിരിച്ചു പോയ ഒരു ഇതെല്ലാം തിരുത്തണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഉമ്മാനോട് ഞാൻ ചെയ്തത് തിരുത്താനേ ഞാൻ ചിന്തിക്കും. ഉമ്മാനോടൊരു സോറി പറയാനുണ്ടെങ്കിലേ ഉള്ളൂ. വേറെ ആരോടും എനിക്ക് ഒന്നും ഇതുവരെ തോന്നുന്നില്ല. ഇനി അങ്ങോട്ട് തോന്നൂല, ഒരു റിഗ്രറ്റും ഇല്ല. കാരണം ഞാനവിടെ അങ്ങനെ ആ അവസ്ഥയിൽ ജീവിച്ചുകൊണ്ടിരുന്നപ്പം ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഉമ്മ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഉമ്മ മാത്രം എൻ്റെ അടുത്തേക്ക് വരും. എനിക്ക് ഫുഡ് കൊണ്ടുതരാനായാലും എന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങാനായാലും ശ്രമിച്ചിട്ടുള്ള ഒരേ ഒരാൾ എൻ്റെ ഉമ്മ മാത്രമാണ്. അങ്ങനെ തിരിച്ചുപോയി ഒരു സോറി പറയണമെന്നുണ്ടെങ്കിൽ അത് ഉമ്മാനോട് മാത്രമായിരിക്കും. വേറെ ആരോടും ഒന്നും എനിക്കില്ല. സീറോ ഇമോഷൻസ്. നിന്റെ ഉമ്മയുമായിട്ട് നിനക്ക് സന്തോഷമായിട്ട് ജീവിക്കാനുള്ളൊരു സാഹചര്യം ഭാവിയിൽ എത്തിച്ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മുത്തേ. ടു എക്സിൽ അങ്ങ് കളഞ്ഞ വെറുതെ ഇരുന്ന് മൊത്തം കാണണ്ടല്ലോ. അമ്മേ, എടാ നമുക്കും പറയാൻ അഭിമാനിക്കാനായിട്ട് നമുക്കും ഉണ്ട് ഒരാള്. പുള്ളി ഇപ്പൊ എല്ലാവർക്കും വലിയ പുച്ഛമൊക്കെയാന്നൊക്കെയാ പറയുന്നത്. പക്ഷെ പുള്ളി ചെയ്തു വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തു വെച്ച് തന്നെയാണ്. എന്നാലും ആട് ജീവിതത്തിന് അവാർഡ് കിട്ടാതെ പോയത് ഭയങ്കര. അവർ കണ്ടില്ലേ ഇത്രയും സ്കില്ല്, ഇത്രത്തോളം ശരീരത്തെ മാറ്റി ഒരാള് ജീവന് ഭയങ്കര പ്രശ്നം ഉണ്ടാവുന്ന തരത്തിലുള്ള ഡയറ്റാ പുള്ളി എടുത്തിട്ടുള്ള. ആ കോലം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്നലെയും മെനിങ്ങാന്നൊക്കെ പല വീടുകളിൽ രാത്രി വീട്ടിനകത്ത് പാമ്പിനെ പിടിക്കാൻ പോയ സമയത്ത് ഞാൻ ഇന്നലെ ഈ കഴിഞ്ഞ രാത്രിയിൽ വെളുപ്പാങ്കാലത്ത് 4:30 എൻ്റെ ദൗത്യം കഴിഞ്ഞ് ഞാൻ വന്ന് കിടന്നത്. അപ്പോൾ പല വീടിനകത്തും ചെല്ലുന്ന സമയത്ത് ഇപ്പോൾ എല്ലാവരും ചൂടായതുകൊണ്ട് തറയിൽ കിടക്കണം. നിർബന്ധമായിട്ട് നിങ്ങൾ ഈ തറയിൽ ഡോറിൻ്റെ നേരെ അല്ലെങ്കിൽ ചെവറിനോട് ചേർന്ന് പായിട്ട് അല്ലെങ്കിൽ മെത്തയിട്ട് അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് വിരിച്ച് കിടക്കുന്നത് നിങ്ങൾ നിർബന്ധമായിട്ട് ഒഴിവാക്കണം. കാരണം നമുക്ക് അൽജോയായിരുന്നാൽ പോലും അല്ലെങ്കിൽ നമ്മുടെ പത്തനാപുരത്ത് നമ്മുടെ പ്രിയപ്പെട്ട മകൾ പാമ്പടിയിട്ട് മരണതുൾപ്പെടെ എല്ലാം ഈ തറയിൽ കിടന്ന സമയത്ത് ചോരോട് ചേർന്ന് കിടന്ന സമയത്ത് ഈ ശങ്കുരൻ പാമ്പ് രാത്രി മാത്രം സഞ്ചരിക്കുന്ന പാമ്പാണ്. ചൂടാണ്, ഹുദിമാരെല്ലാം ഇങ്ങ് ഇറങ്ങും പത്തിയും കൊണ്ട് പാവം പിടിച്ചവരെ കൊത്താനായിട്ട്. ഇവര് മനഃപൂർവ്വം കൊത്തുന്നതല്ല, അവരെ ബുദ്ധിമുട്ടിക്കുന്നു അവർക്ക് തോന്നുന്നുകൊണ്ട് കൊത്തുന്നതാണ്. അപ്പൊ എല്ലാരും സൂക്ഷിക്കുക. സോക്സ്, ഷൂവ്, ബാത്റൂം, AC, ചുമരിനോട് ചേർന്നുള്ള ബെഡ്, താഴെയുള്ള പായ, താഴോട്ട് നോക്കുക, നടക്കുക, സൂക്ഷിക്കുക. കൊത്തിയല. പ്രസവം ഈസി അല്ലല്ലോ. കാരണം പണ്ട് നമ്മള് ഒരു എന്താ പറയാ നാടൻ രീതിയിലൊക്കെ പ്രസവിച്ച കാലഘട്ടമുണ്ട്. പണ്ടത്തെ കാലഘട്ടത്തെ സിനിമകളിലേക്ക് കാണാം, ഇപ്പോഴും കാണാം സിനിമകളിലൊക്കെ. അപ്പോൾ ഇപ്പോൾ വിദ്യ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് ഒക്കെ കൂടി. അപ്പോൾ എന്തായാലും അതിനനുസരിച്ച് മാറ്റം വരുമല്ലോ. പ്രസവം എന്ന് പറയുന്നത് സിമ്പിൾ അല്ലല്ലോ. നിനക്ക് വിവരമുണ്ടാ? നീ വീണ്ടും വിവരം ഉണ്ടെന്ന് തെളിയിച്ചോണ്ടിരിക്കുകയാണ് മുത്തേ. അങ്ങനെയുള്ള കൃത്യം മറുപടികൾ വരട്ടെ. കൊള്ളാം.
കണ്ടപ്പാ കണ്ടപ്പോ അടിവയറ്റില് മഞ്ഞുള്ള രാത്രി മഞ്ഞുള്ള രാത്രി നിന്റെ ചിരിയത് എടാ ഡാൻസ് തുള്ളടാ തുള്ളു. കണ്ടപ്പോ അയ്യോ നെഞ്ചിലൊരാതി കരിമിഴിയുള്ള കളവാണി കൂന്തല് കണ്ടപ്പോ അവനെ നമുക്ക് കുറ്റം പറയണ്ട. അവനെ കൊണ്ട് പറ്റുന്ന പോലെ അവൻ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും പോലും വൃത്തിയായിട്ട് നമുക്ക് പറ്റത്തില്ല. അപ്പൊ പിന്നെ അവനെ കളിയാക്കാൻ പാടില്ലല്ലോ. കൊള്ളടാ മോനെ. ഒരു സമയത്ത് ഇളക്കിയ ആൾക്കാരാ. ചേച്ചി ആ സാധനം ഇട്ട് കൊടുക്കുക, കയ്യൊക്കെ എന്താ കരക്കടിഞ്ഞ സിലോപ്പിയ വികാരം ഇട്ട് കൊടുക്കുക. പാമ്പുകൾ എണ കോർക്കുന്ന പോലുണ്ട്. കോർക്കടാ കോർക്കടാ. മാളികപ്പുറത്തിന്റെയും മാർക്കോടെയും ഇടയിൽ ഉണ്ണിയുടെ ഇറങ്ങിയ സിനിമകളുണ്ട്, നഷ്ടം വന്ന സിനിമകളുണ്ട്. അതിന്റെ പ്രൊഡ്യൂസേഴ്സ് ഇവിടെയുണ്ട്. അവരുടെയും വീട്ടിൽ ചെല്ലണം അത് ഉണ്ണി. അവർക്കും ഡേറ്റ് കൊടുക്കണം. ഈ മറ്റേ മുട്ടനാടുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ഇടയിൽ വന്ന് മറ്റേ ചോര കുടിക്കുന്ന ചെന്നായ്ക്കളുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അത് റിയാലിറ്റിയിലുണ്ട്. ഉണ്ണിമുഖന്തൻ ഒരു മുട്ടനാടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അമ്മക്ക് അറിയത്തില്ല എന്തുവാ കഥ എന്നുള്ള. ഈ ഷൂവിന്റെ കളർ എന്തുവാ? ഇത് പച്ചയും ഗ്രേയും. ഈ ചോദ്യം ഞാൻ എവിടെയൊക്കെ ആരടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടോ അന്നെല്ലാം നല്ല മുട്ടം വഴക്കണമെന്നുണ്ട്. കാര്യം വേറെ ഒന്നുമില്ല, ഇത് കാണുന്ന ആൾക്കാർ രണ്ട് കളറായിട്ട് കാണും. ഇപ്പൊ എനിക്കിത് കാണുന്നത് ഗ്രീൻ ഒരു ഗ്രേ ആയിട്ടാ, പക്ഷെ എന്റെ കൂട്ടുകാരെ കണ്ടത് പിങ്കും വൈറ്റും ആയിട്ടാ. പിങ്കും വൈറ്റും കാണുന്നവരുണ്ട്, ഒന്ന് കമന്റ് ചെയ്തേക്കണേ. എനിക്കത് പച്ചയും ഗ്രേയും ആണ്. ഇത് ഈ ലോകത്തുള്ള എല്ലാ ജീവികളും പ്രസവിക്കുമായിരുന്നു ഒരു തത്തമ്മ പ്രസവിക്കും. സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം, ആ സ്ത്രീ അവളെ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ച് അവിടെ വെച്ചിട്ടുണ്ടെന്ന്. അപ്പം ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്നൊരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറേ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറേ രക്ഷകർത്താക്കളെ ഇതിങ്ങനെ പ്രഷർ കയറ്റി വെച്ച് പാവം അങ്ങ് പോയി. ഈ ഒരൊറ്റ കാരണം കൊണ്ട് പെണ്ണുങ്ങളെല്ലാം കൂടെ അങ്ങ് ഇളകി. മുട്ടയിട്ട് വിരിഞ്ഞാണെന്നൊക്കെ കമന്റ് വരുന്നത്. ആന എന്തോ പറയാൻ, ആനയുടെ ഒരു ആനയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ആന ഇങ്ങനെ നോക്കുക, ഇത് ആരുടെ ഇത്? നീ എന്നാ എനിക്ക് ചക്ക വന്നെടുത്തിട്ടാ ആന പറയും. 10ാം ക്ലാസ്സിലെ ഞാൻ കലാപ്രതിഭയായിരുന്നു. ഇപ്പൊ കള്ളം കുടിച്ച് കുണ്ണയും കുടിച്ച് ഇവിടെ കിടന്ന് കുണ്ണയും കുടിച്ച് നടക്കുന്നു. അതിലൊന്നും കാര്യമില്ല, നമുക്ക് കമ്പാക്ക് അടിക്കണ്ട. എന്തായാലും ചെറിയ റോൾ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു. ചെറിയ റോൾ അന്നത്തെ നായക നടനാക്കാൻ ചെറിയ റോളുകൾ മതി. ഞാൻ കലാപ്രതിഭയായിരുന്നു സ്കൂളിൽ. ഏത് കലാപമണിയാ? കലാപ്രതിഭയായിരുന്നു. അവരെ ഞാൻ പഠിപ്പിക്കാം, ചേട്ടൻ നായകനാവും. അണ്ണൻ ഏറ്റവും ഇഷ്ടമുള്ള നടനാരാവും. ആ പാമ്പിടിച്ചവനെ പോയി പറ്റിക്കല്ലേ നായകനാക്കാന്നൊക്കെ പറഞ്ഞു. കാറ്റിനെ പണ്ണു എന്തോന്ന് കേട്ടോ, കാറ്റിനെ പണ്ണി എയർ ഫക്കർ. तानूर में चक्का खाना ചെന്നപ്പോ सब चक्का तंबानूर जाएന്ന് सुना. जब तंबानूर गया तो മാവിൽ ഹെ ചക്ക കായ്ക്കുന്നതെന്ന്. മാവ് സെ ചക്ക ഖാനാൻ പാടുണ്ടോന്ന് മാവിലെ ചെന്ന് കാരണവന്മാർ സെ പൂച്ചിയപ്പോ അവര് പോലും അഹം ഇസ് നാട്ടുകാരൻ നഹി ഹേ എന്ന് തപ്പിങ്ങോട്ട് പോന്നു. സമയം കഴിഞ്ഞു. ഞാൻ പൂച്ചതെന്ത് ആ പോലെയതെന്ത്? വേഷത്തിന് എന്തോ ഹിന്ദി പറയുന്നേ? ശടാ, കടയ്ക്ക് ദൂക്കാന്നായിരിക്കും. വേഷത്തിന്റെ ഹിന്ദി അറിയത്തില്ല, അറിയാവുന്നവരെന്ന് പറയണേ. ഇംഗ്ലീഷ് എന്താ പറയാ? G for grapes.
കാക്കയുടെ L for ഇന്നലെ പറയണേ ട്ടാ. A for B for C for D for ഇതെന്താ? D for dog. ഇതെന്താ? E for F for G for ഇംഗ്ലീഷ് എന്താ പറയാ? G for grapes. D for babu, F for flute, G for മുന്തിളിങ്ങ, H for കുതിര, I for ice cream. കുഞ്ഞുങ്ങൾ പിന്നെ എങ്ങനെ പറയണ്ടേ? അയ്യോ അണ്ണന്റെ കൊട്ട തെറിയും. ഗോളായില്ല, ഗോളായില്ലെന്നാ. ഗോളാവരുത്, അത്രേ ഉള്ളൂ. കളിയുടെ നിയമം അത്രേ ഉള്ളൂ. നമ്മൾ ചാവുക മരിക്കുക എന്തോ ചെയ്യും. അവിടുന്ന് ആശാൻ മുമ്പേ നടക്കും, ശിഷ്യ പിറകെ നടന്നാ മതി. മേലാൽ ഓവർടേക്ക് ചെയ്യരുത്. ആ വണ്ടിയോട് ഇല്ലായിരുന്നെങ്കിൽ രസകരമായനെ. കുടിക്കും ഞാൻ നല്ല കട്ടൻ കാപ്പി, എക്സാമിന് ബിറ്റെടുത്ത് അടിക്കും ഞാൻ കോപ്പി, പണ്ട് കാല തോല വെച്ച് ഉണ്ടാക്കി ഞാൻ പി റപ്പുണ്ടാക്കി ഇറക്കുമ്പോൾ ഞാൻ നല്ല ഹാപ്പി. എന്റെ ഗാനം നിങ്ങൾക്ക് ആസ്വദിക്കാം ആഡ് ഫ്രീ, പക്ഷെ നിങ്ങൾ കേൾക്കുന്ന ഈ ഗാനമല്ല ലോഫി. യോ എന്റെ റാപ്പ് നെവർ ഗോണ ബി എ ബ്രൂഫി, ഇഷ്ടമായാൽ തന്നുടോ എനിക്കൊരു ട്രോഫി. എന്റെ ശ്രുതിയില്ല വരികളിൽ പിള്ളേരെല്ലാം തുള്ളുന്നുണ്ടല്ല, വിട്ട് തെളിഞ്ഞതിന്റെ കഴിവ്. നിനക്കെങ്ങനെ ഈ വരികൾ കിട്ടുന്നതെന്ന് ചോദിച്ചോ നീ കേട്ടോ മോനെ, ഇതു എന്റെ മികവ്. നല്ലൊരു പന്തു കളി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു കയറുമ്പോൾ ഉണ്ടാകുന്നു വല്ലാത്തൊരു ദാഹം. യോ ലൈൻ എഴുതി അത് പാടി റിച്ച് കയറി 4 പേരറിയണം, അതാണ് എന്റെ മോഹം. 4 പേരല്ല 10,000 പേര് നിന്നെ അറിയട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ദിസ് ഈസ് കേരളജനക്കൂട്ടം വിക്കിപവേർഡ് ബൈ രമ വേണു. ഞാൻ അഭിനയിച്ച സിനിമയുടെ പേര് ബൂം ബാങ് എന്നാണ്. അതിന്റെ റിലീസ് സമയത്ത് എന്നെ എഡിറ്റ് ചെയ്തൊന്നും കളയത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാനും പോയി സിനിമ കാണും. കൊള്ളാമെങ്കിലും ഇല്ലെങ്കിലും ഞാൻ വന്ന് റിവ്യൂവും പറയും. സോ ദിസ് ഈസ് കേരളജനക്കൂട്ടം വീണ്ടും വിക്കി പോടാ.